തിരുവനന്തപുരത്തെ ആമേഴഞ്ചാൻ തോടിന് സമാനമായി മാലിന്യം കുമിഞ്ഞുകൂടിയ നിരവധി തോടുകളും കനാലുകളും കൊച്ചിയിലുമുണ്ട്. ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ട വേളയിൽ സർക്കാർ അടക്കം മാലിന്യ സംസ്കരണം സംബന്ധിച്ച് തകൃതിയായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൊച്ചിക്കാർ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് ബാക്കി. കനാൽ പുനരുജ്ജീവന പദ്ധതികൾ പല കാരണങ്ങൾ കൊണ്ട് ഇഴയുന്നതും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രം. നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന 29 കനാലുകളും തോടുകളുമുണ്ട്. ഒന്നിന്റെയും സ്ഥിതി വ്യത്യസ്തമല്ല. ചെറുകിട ജലസേചന വകുപ്പ് നടത്തിയ പഠനത്തിൽ റെയിൽവേ കൽവർട്ടറുകളിൽ മാലിന്യം കുടുങ്ങി തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി കണ്ടെത്തിയിരുന്നു. തേവര മുതൽ വടുതല വരെ 22 റെയിൽവേ തുരങ്കങ്ങളാണുള്ളത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണവും ഇതുതന്നെ. ഇത് ഒരു 25 കൊല്ലം ഇതേ രൂപത്തിൽ തന്നെയാണ്. കാരണം ഈ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം നടക്കാനും പറ്റില്ല, ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ പറ്റാതെ കുപ്പി മൊത്തം മറ്റേ വേസ്റ്റ് ബസ്സിൽ നിന്ന് വന്നതും ട്രെയിനിൽ നിന്ന് വന്ന് അറിയുന്നതും പിന്നെ മറ്റുള്ള രീതിയിൽ എവിടെ നിന്ന് വന്നതും മൊത്തം ഇവിടെയാണ് കെട്ടി നിന്നിട്ട് ഇവിടെ നിന്നാണ് മുല്ലശ്ശേരി കനാൽ റോഡിലേക്ക് ചെന്ന് അതും ബ്ലോക്കായി മൊത്തം. ഇത് ഇന്ന് തുടങ്ങിയതല്ലേ, ഇതൊരു 10-25 വർഷത്തിൽ മേലായിട്ടുണ്ട് ഇത് തുടങ്ങിയിട്ട്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ കോർപ്പറേഷൻ സംവിധാനമൊക്കെയുണ്ട്. പക്ഷേ ആളുകൾക്ക് പൊതുയിടങ്ങളിൽ തള്ളിയാണ് ശീലം. ഇപ്പോൾ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അപ്പുറത്തെ ആ കോളനിലേക്ക് എന്ന് നോക്ക്, അവിടെ മുഴുവൻ വെള്ളം കയറി കിടക്കുമായിരിക്കും. ഇതിന് ശാശ്വത പരിഹാരം വേണ്ട. വോട്ടാകുമ്പോൾ എല്ലാവരും ഓടി നടന്ന് അതും ചെയ്തും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒന്നും ചെയ്തില്ല, എങ്ങും എത്തുവാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാന, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാനയുണ്ട്, ആ കാന അത് അവിടെ ആ ലൂസിയുടെ ഫ്രണ്ട് വെച്ച് നിർത്തിയിട്ടേക്കുക. ആരെ ബോധിപ്പിക്കാൻ? ജനങ്ങളെ കണ്ണി പൊടിയിടാനല്ല, വേറെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രകാരം മുല്ലശ്ശേരി കനാൽ നവീകരണ ജോലികൾ പുരോഗമിക്കുകയാണെന്നാണ് കോർപ്പറേഷൻ വാദം. അതേസമയം കൊച്ചിയിലെ കനാലുകളുടെ നവീകരണത്തിന് KMRL ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. സർക്കാർ അനുമതി ലഭിച്ച ആ പദ്ധതിയുടെ സ്ഥിതി ഇപ്പോഴെന്താണ്? ഇപ്പോൾ എടപ്പള്ളിത്തോട് മുതൽ നമ്മുടെ തേവര പേരണ്ടൂർ കനാല്, മുല്ലശ്ശേരി കനാല്, അതുപോലെ ചെലവന്നൂർ കനാല്, നമ്മുടെ തേവരയിലേക്ക് പോകുന്ന ചമ്പക്കരി എന്നുള്ള കനാൽ, അങ്ങനെയുള്ള കനാലുകളൊക്കെ സഞ്ചാരയോഗ്യമാക്കി മാറ്റാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കനാലുകൾ റീജൂനേറ്റ് ചെയ്ത് അത് 16.5 മീറ്റർ വീതിയിൽ ഒരു നിജപ്പെടുത്തിക്കൊണ്ട് ബോട്ടുകൾ വരെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് റീജൂനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പദ്ധതി. അത്തരം ഒരു സമഗ്രമായൊരു പദ്ധതി ഉണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ പലരും കൈവശം ഇരിക്കുന്നതും കയ്യേറ്റങ്ങളുള്ളതുകൊണ്ടും തന്നെ ഭൂമി തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു കോർഡിനേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. മാത്രമല്ല ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലമാണ് ഇപ്പോൾ ഈ പദ്ധതി ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്. കാനകളിലേക്കും ജലാശയങ്ങളിലേക്കും മാലിന്യം തള്ളുന്ന ജനങ്ങളുടെ രീതി മാറണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും അഭിപ്രായപ്പെട്ടിരുന്നു. വകുപ്പുകൾ പരസ്പരം പഴിചാരൽ തുടർന്നാൽ മറ്റൊരു ദുരന്തമുണ്ടാകുന്നതുവരെ ഈ അവസ്ഥയും തുടരും. ന്യൂസ് മലയാളം, കൊച്ചി.